അമ്മൂട്ടിയാണ് ഇന്റർവ്യൂ പറയുന്നത്. അപ്പോൾ ഇന്ന് വളരെ വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. എന്താ ഹാപ്പി ഡേ ആയത്? കാരണം നമുക്ക് 900K സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയായി. നമ്മള് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞേക്കാളും ഫാമിലി നല്ലത്. 900K ഫാമിലി വന്നു. നമ്മുടെ ഫാമിലിയിൽ 900K ആളുകൾ വന്നു. അപ്പൊ നമ്മള് അതിന്റെ ഒരു കുട്ടി സെലിബ്രേഷൻ കേട്ടോ, നമ്മള് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അമ്മ അത് പറയാണ്ടെങ്കിൽ കുറച്ച് കാര്യം പറയാനുണ്ട്. അമ്മ താഴെയുണ്ട്. അപ്പൊ അമ്മ വരാത്തതിന്റെ കാരണം ചക്ക വീട്ടില് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചു ചക്ക. ഞാൻ പുറത്തേക്ക് പോയപ്പോ ചക്ക കണ്ടപ്പോ വാങ്ങി. അപ്പൊ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് കാലാട്ടാണ്ടിക്കമ്മോ സൗണ്ട് വരുന്നില്ല, കിലുകിലിന്ന്. അപ്പൊ ഈ ചക്ക ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും ഭയങ്കര കൊതിയാട്ടോ. ഞങ്ങളുടെ വീട്ടിലാണ്. അമ്മൂട്ടിക്ക് പിന്നെ വലിയ കൊതി എന്ന് പറയാൻ പറ്റില്ല. അതെ. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചാല് ചക്ക ഇന്നലെ നോക്കുമ്പോ ശരിക്കും പഴുത്തിട്ടില്ല. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യണോണ്ട് അമ്മ ആരെയും വിളിച്ചില്ല. അമ്മ തന്നെ മുറിച്ചിട്ട് എനിക്ക് ആദ്യം ഒരു പാത്രം കൊണ്ടുവന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കാലിയാക്കി. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ഇഷ്ടമുണ്ട് അപ്പൊ ഒരു പാത്രം കൂടി കൊണ്ടുവരാന്ന് വെച്ചിട്ട് അമ്മ വലുത് വെട്ടാൻ വേണ്ടിട്ട് പോയപ്പോ വെട്ടിയത് നേരെ ഇങ്ങനെ വെട്ടിയപ്പോ കൈമ വെട്ടി. ഞങ്ങൾ നോക്കുമ്പോ ഉച്ചക്ക് ഭയങ്കര അമ്മ അങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ഒന്നുമില്ല. അമ്മയ്ക്ക് ഫുള്ള് തരിച്ചു. അതിന് ഇപ്പൊ പറയാ വെട്ടിയതും ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. കാരണം വെട്ടിയ പക്ഷേ നമ്മുടെ ഈ ഭാഗമായിരുന്നു. അപ്പൊ തരിച്ചപ്പോ നോക്കുമ്പോ വലിയ കീറലുണ്ട്. അപ്പൊ ഞങ്ങള് അപ്പൊ തന്നെ ചേട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോ എത്ര സ്റ്റിച്ച് ചേട്ടൻ? 2 സ്റ്റിച്ച് ഇട്ടു. അപ്പൊ കൊറേ ചോര സമയായിരുന്നേ. ഇന്നാണ് അമ്മ മറ്റേ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ബാൻഡ് ഒക്കെ എടുത്തിട്ട് കെട്ടി കൊടുത്തു. അമ്മൂട്ടി കെട്ടിയൊക്കെ കൊടുത്തു. എന്നിട്ട് നേരെ അപ്പൊ തന്നെ ഡ്രസ്സൊന്നും അറിയില്ല, മാക്സി ഇട്ടായിരുന്നു. മാക്സിയോട് കൂടി പോയി നമ്മുടെ അടുത്ത ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ഇടണം. സ്റ്റിച്ച് ഇട്ടു, മരുന്നൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ഈ കൈയും വെച്ചിട്ട് ഈ വീഡിയോയിൽ വന്നിക്കണില്ല, അത് വേണ്ട. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരട്ടെ, വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണേ. എന്നാലും പിന്നെ ചുമ്മാ ഞാൻ അമ്മേനോട് കാണിക്കാം. നമ്മുടെ വീട്ടിലുണ്ടായിട്ട് കാണിച്ചില്ലെങ്കിൽ അതൊരു എനിക്ക് വിഷമ. ആളവിടെ ഉണ്ടല്ലോ താഴെ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നില്ല. പിന്നെ ഒന്നാമത്തെ കൈ ഇങ്ങനെ കെട്ടാവുമ്പോ എല്ലാരും ചോദിക്കും. അതിന് ആ ഒരു ഉച്ച സമയം നമ്മളിങ്ങനെ അപ്പൊ പിന്നെ അങ്ങനെയാണ്. അപ്പൊ അത്ര ആൾക്കാരാണ് നമ്മളുള്ളത്. അപ്പൊ ഈ ഒരു സന്ദർഭത്തില് ചേട്ടൻ എന്താ പറയാനുള്ള? ഇത് ഇനിയിപ്പോ അടുത്ത് നമുക്ക് വീണ്ടും സെലിബ്രേറ്റ് ചെയ്യണല്ലോ, 1 മില്യൺ അടിക്കുമ്പോ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് മറ്റേ ഇത് ചെയ്യണ പോലെ മറ്റേ നമ്മൾ പരീക്ഷയ്ക്ക് ഉണ്ടാവുമല്ലോ, എന്ത് പരീക്ഷ? മോഡൽ എക്സാം. മോഡലാ അല്ല, അത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ അതിനോടൊരു അങ്ങനെ ആവണം എന്നൊന്നും. അത് അതിന്റെ സമയമാകുമ്പോ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താവും. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടം വരെ എത്തുന്നത് സത്യം പറഞ്ഞ ഞാനും എല്ലാ പ്രാവശ്യവും പറയണതാ, ദൈവം തമ്പുരാനാണ് നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടാ. എന്താ പറയണ്ടേന്ന് അറിയില്ല അതിന്. ആ ഒരു അതെ, താങ്ക് യു ഒന്നുമല്ല, നമ്മുടെ ഫാമിലിയിലത്തെ ഒരു കട്ട സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു 3 കൊല്ലം കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്താന്ന് പറഞ്ഞാല് ഒന്നുമില്ലാത്ത ഞാനായിരുന്നു സത്യം പറഞ്ഞാല്. എന്താ പറയാ, അങ്ങനെ എനിക്കെന്തോ അറിയില്ല. അവിടെ നിന്ന് നിങ്ങളാണ് ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ അതിന്റെ എല്ലാ കടപ്പാടും നിങ്ങളോടുണ്ട്. അത്രേ പറയാനുള്ളൂ. എന്ന് വെച്ചാല് താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു ഫോമലായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ വെച്ചാൽ 98, 99 എന്നിട്ട് ഞാൻ അമ്മൂട്ടി കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നെ സ്വൈപ്പ് ചെയ്യില്ലേ, നമുക്കിങ്ങനെ സ്വൈപ്പിനനുസരിച്ചിട്ട് ആൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇതില്ലേ. നമുക്ക് അതിന്റെ അനാലിസിസ് ഉണ്ടല്ലോ അതില്. കൈയൊക്കെ പൊട്ടിട്ട് പിന്നെ ഒരു സബ്സ്ക്രൈബറും കൂടെ ശരിക്കും നമുക്ക് വീഡിയോ എടുത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് അറിയാവുന്നവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം വെച്ചാൽ എല്ലാവരും ഭയങ്കര ഒരു സപ്പോർട്ടാണ്. നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും യൂട്യൂബിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടി ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ് ഞങ്ങളിനി ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഈ ഒരു കേക്ക് കട്ടിങ് എന്നോട് ചോദിക്കാറുണ്ട് സെലിബ്രേഷൻ ഇല്ലേന്ന്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇത് ഇത്ര വലിയ സംഭവം എല്ലാ പ്രാവശ്യം കേക്ക് കട്ടിങ് അങ്ങനെ ഒരു ഇതല്ല കേട്ടോ. ഭയങ്കര ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോമലായിട്ടൊന്നല്ല. നമുക്കൊരു സന്തോഷം. അപ്പം നിങ്ങളായിട്ടും കൂടി പറയുമ്പോൾ അത് വേറൊരു ഇരട്ടി മധുരമാണ് അതിന്. അപ്പം അതുകൊണ്ട് കേക്ക് കട്ടിങ് ചെയ്യുന്നു എന്ന് മാത്രം.
അപ്പൊ എന്തായാലും നമുക്ക് കേക്കട്ടെ. അപ്പൊ നമ്മുടെ എല്ലാരും നമ്മുടെ കുട്ടി അമ്മൂട്ടിയല്ലേ, അപ്പൊ അമ്മൂട്ടി പിടിച്ചോട്ടെ കേക്ക്. അപ്പൊ നമ്മുടെ കേക്ക് കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ കേക്ക് ചെയ്തത്. ഒരു മിനിറ്റ് ഇങ്ങനെ പാടണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ 900K. ഹാപ്പി ബർത്ത്ഡേ ടു 900K. ഹാപ്പി ബർത്ത്ഡേ ടു 900K. ഇങ്ങനെ എടുക്ക് ചെറിയ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. അവ കേക്ക് കട്ട് ചെയ്ത് പഠിച്ചുവിട്ട് എടുക്കാം. വലിയ പീസ് എടുത്തില്ല, കുട്ടി പീസ് എടുത്തു. ഞാൻ വിചാരിച്ച ഫുള്ളായിട്ട് എടുക്കുന്നു. അതെ അച്ഛനോട് അപ്പൊ നമ്മൾക്ക് ഈ കേക്ക് ഉണ്ടല്ലോ, നമുക്കറിയില്ല എപ്പോഴാണ് നമുക്ക് ഈ 900K ആവാന്ന്. അപ്പൊ സാധാരണ നമ്മുടെ ഇത്താത്ത നൂർ ബേക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരിചയമുള്ളത്, നമ്മളെല്ലാം കേക്ക് അവിടെ നിന്ന് ചെയ്യിക്കാറ്. ഇത്താത്തയുടെ അടുത്ത് ഞാൻ കാലത്തന്നെ വിളിച്ചിട്ട്, ഇത്താത്ത ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊരു കേക്ക് വേണം. കാരണം ആള് നല്ല തിരക്കുള്ള ആളാട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചോളാം, പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഇങ്ങനെ 900K ഫാമിലി എന്നൊക്കെ എഴുതിയിട്ട് കിട്ടാണെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത്താത്ത നേരെ പോയിട്ട് ഇങ്ങനെ കണ്ണീന്ന് എന്താണോ വെള്ളം വരും. ഇവിടെ ഭയങ്കര ചൂടാവും. അതല്ല, ഭയങ്കര ചൂടായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്താത്ത നമുക്ക് നോക്കാട്ടോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചോളാം. അങ്ങനെ ആള് നല്ല തിരക്കുള്ളതാണ്. അപ്പോൾ പറഞ്ഞ വശം നമുക്ക് സംഭവം സെറ്റാക്കി. ഞാൻ അപ്പോൾ ആള് പറഞ്ഞു വൈകുന്നേരത്തിന് മതി വെച്ചപ്പോൾ ഓക്കെ. എന്നോട് ഇങ്ങോട്ട് ചോദിച്ച സമയം, എന്നാലും ഞാൻ പറഞ്ഞു ആൾക്ക് നമ്മളൊരു സമയം കൊടുക്കണ്ട. ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കേക്ക് ചെയ്ത് തരണല്ലോ, അത് നമ്മുടെ ഇഷ്ടത്തിന് ക്രീമൊക്കെ കുറച്ച് നല്ല സെറ്റാക്കിയിട്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചില്ല, ക്രീം വളരെ ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കണതാ. കേക്കിന് ക്രീം വളരെ കുറവ് മതി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ലേ കേക്കിന് കുറെ ക്രീം. ഇവിടെ ആരും അധികം കഴിക്കണില്ല, അമ്മൂട്ടിയാണ് കഴിക്കുക. പക്ഷെ അതൊരു പരിധി കഴിഞ്ഞാൽ അവൾ അവിടെ ഇടും കേക്കും ക്രീമൊക്കെ. അതെ, മാറ്റി വയ്ക്കും ചില സമയത്ത്. അതെ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത സാധനം, അപ്പൊ ഇത്താത്ത കറക്റ്റ് നമുക്ക് ഉച്ചരിഞ്ഞപ്പോൾ സാധനം വീട്ടിലെത്തി. അപ്പൊ ഇത്താത്തോട് ഒരുപാട് താങ്ക് യു. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇത്താത്തയുടെ ഇൻസ്റ്റാഗ്രാം ID എനിക്കറിയില്ല, ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വെക്കാം. കാരണം നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മൾ അതെങ്കിലും ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെലിബ്രേഷൻ. ഒരുപാട് ആദ്യം മുതലേ എൻ്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ആ ഒരു ജേണി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എത്രത്തോളം എന്താ പറയുക ഇവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അതിന് കുറേയധികം കടമ്പകളുണ്ടായിരുന്നു, കുറേയധികം വിഷമങ്ങളുണ്ടായിരുന്നു. യൂട്യൂബിൽ ചിലപ്പോൾ എനിക്കായിരിക്കും ഏറ്റവും ഈ ഒരു ഇതിൽ നമുക്ക് അത് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ യൂട്യൂബിൽ നിന്ന് നേരിട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഉറക്കമില്ലാത്ത കുറേ രാത്രികൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് പുറകിൽ, ജോലി സംബന്ധമായിട്ടും മാനസികമായിട്ടും അങ്ങനെ. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് എല്ലാം മറക്കാണ്. സാധാരണ നമ്മളൊരു അമ്മ ഒരു കുട്ടീനെ വയറ്റിൽ ഗർഭിണിയായിരിക്കുന്ന സമയം തുടങ്ങി 10 മാസം വരെ അമ്മ അനുഭവിച്ചതും പ്രസവ സമയത്ത് അമ്മ അനുഭവിച്ചായിട്ടുള്ള വിഷമം ഉണ്ണീനെ കാണുമ്പോൾ മാറുമെന്ന് പറയില്ലേ, സത്യമല്ലത്. അതുപോലെ തന്നെയാണ് എനിക്കും. നമ്മളൊരു ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തെ ആ വിഷമമൊക്കെ ഉണ്ടല്ലോ, നല്ല മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നിങ്ങൾ സപ്പോർട്ടാണ്. രോഷിനി ധൈര്യമായിട്ട് പോകാന്ന് പറയുമ്പോണ്ടല്ലോ, അതൊരു വേറെ തന്നെ. കമൻറ്റിലൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാലേ എനിക്ക് എന്ന് വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു ഇതാണ്, കമൻറ്റ് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മനപ്രയാസം വരും. അത് എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ കമൻറ്റ് എനിക്ക് എപ്പോഴും കാണും. അതിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ വരിക. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അത് ചിലർ വിചാരിക്കും ഇവർക്ക് എന്നും വീഡിയോ ഇട്ടില്ലെങ്കിൽ സമാധാനമില്ലാന്ന്. പക്ഷെ എനിക്ക് ആ കമൻറ്റ് കണ്ടില്ലെങ്കിൽ എനിക്ക് സമാധാനക്കേടാ. അതാണ് സംഭവം കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ആ ഒരു അമ്മൂട്ടി അങ്ങോട്ട് എനിക്ക് പോകണം. ടിഷ്യൂ എടുക്കാൻ മേക്കപ്പ് പോയാലോ. സത്യം പറഞ്ഞാലേ നമുക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും വേഗം കണ്ടെന്നറിയണ കൂട്ടത്തിൽ അതെല്ലാവരും കരയും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ആ ഒരു നമ്മുടെ പ്രചോദനം. ഇനിയും എങ്ങനെയൊക്കെ ആവും നമ്മുടെ ചാനൽ എത്രത്തോളം വരും അല്ലെങ്കിൽ ഏത് രീതിയിൽ പോകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാവും എപ്പോഴും. ഒരാൾ നമ്മുടെ അടുത്തൊന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പരമാവധി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ഈ കമൻറ്റിൽ ഇടാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ കളയാറുണ്ട്. അതിനും ഭയങ്കര പ്രശ്നമാണ്. റോഷിനി നെഗറ്റീവ് കമൻറ്റ് ഫുള്ള് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതവിടെ കിടന്നുകൊണ്ട് ആർക്കും പോകാറില്ല. അതാണ് ഞാൻ കളയാറ്. നല്ല മനസ്സ് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. അതാണ് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോടാണെങ്കിലും നമ്മളോടും പറയാനുള്ളത്. വേറെന്താണ്? അപ്പോൾ അതെ, വെയിറ്റിംഗ്. കേക്ക് മുറിച്ച് കഴിക്കാനായിട്ടേ കുറച്ച് നേരമായി. ഉച്ചരിഞ്ഞ് കൊടുന്നതാ കേക്ക്. അപ്പോൾ അവയ്ക്ക് സ്റ്റാറൊക്കെ എടുക്കണം, പിന്നെ യൂട്യൂബിനെ തിന്നണം.
യൂട്യൂബിൽ തിന്നണം, അതിന് ഏറ്റവും വലിയ കാര്യം. അതെ, ഇവിടെ യൂട്യൂബ് ഉണ്ടല്ലോ. അങ്ങനെ അത് വരട്ടമ്മോ നമുക്ക് ഒന്ന് രണ്ട് ഞാൻ റീൽസും കൂടി ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം റീൽസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ എന്താ പറയുക ഒരു സ്നേഹം അറിയിക്കണമല്ലോ. അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷുവിന് കുറച്ച് മേക്കപ്പ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഇപ്രാവശ്യം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ലുക്കൊക്കെ. ചേട്ടനാണ് നമുക്ക് ക്യാമറമാൻ ഒന്നും ഇല്ല കേട്ടോ, വേറെ ഒന്നും. നമ്മുടെ എല്ലാം ചേട്ടനാണ്. അതിൻ്റെ എല്ലാം എന്ത് നന്നായിട്ടുണ്ടെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിലും ഒക്കെ ക്രെഡിറ്റ് അല്ല. ചിലപ്പോൾ ചിലവർ പറയില്ലേ ഇതെന്താ ഇതിങ്ങനെയാണ്. അപ്പോൾ അതും ചിലപ്പോൾ അവരെ കണ്ണിലത് മോശമായ കാരണമായിരിക്കും. പക്ഷെ എനിക്കല്ല നല്ലത് കേട്ടോ. ഞാൻ എപ്പോഴും ചില സമയങ്ങളിൽ ശരിയാവാറില്ല. ഞാൻ പറയാറുണ്ട് ചേട്ടനോട്, ചേട്ടൻ എനിക്കിത് ഇഷ്ടമായില്ല എന്നിട്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഇഷ്ടമായി നമ്മൾ അടിപൊളിയായിട്ടല്ലോ. ചില സമയം ഞങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവാറുണ്ട് ശരിയാവാണ്ട്. അങ്ങനെയാണ്. അപ്പം എല്ലാ ക്രെഡിറ്റും ചേട്ടനാണ്. നമുക്ക് വേറെ അങ്ങനെ പുറത്തുനിന്ന് ഒരാളില്ല. ഞങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ഉണ്ടാവും. എന്താന്ന് വെച്ചാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാല് വീണിട്ടുണ്ടാവില്ലേ, ഞങ്ങൾ മുട്ടൂത്തി നിൽക്കണ ഇവിടെ സെറ്റ്. അതെ, ഇത് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടേ. നിങ്ങൾക്ക് കേക്ക് കാണാൻ വേണമല്ലോ അല്ലേ. അങ്ങനെ അപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കണു. എനിക്കറിയാം, എനിക്കങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും അറിയില്ല. എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റണ കുട്ടി കുട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ട് കുറേ അധികം കാര്യങ്ങളെക്കാളും കുറച്ച് കാര്യങ്ങൾ വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്കത് സന്തോഷം കേട്ടോ മേക്കപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താം നിങ്ങൾക്ക് കേട്ടോ നമ്മുടെ വീഡിയോ വരുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ താഴെ പോയിട്ട് അമ്മേനെ കാണിച്ചു തരാം. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയ്ക്കും കൂടി കൊടുക്കാമല്ലോ. അതെ, നേരായിട്ട് കൊടുത്തില്ല. നമുക്ക് ഒരു പീസ് എടുത്ത് അമ്മൂട്ടി കൊണ്ടുപോയി കൊടുക്കോ? ഓക്കേ. ഫോക്കസ് ആവണ്ടാവില്ലേ അമ്മോ? കൈമയ്ക്ക് ഫോക്കസ് ആക്ക്. നേരെ നിന്നാ മതി ക്യാമറയുടെ ഫ്രണ്ടിൽ. എല്ലാവർക്കും അപ്പൊ എല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കണു. നമ്മുടെ ചോക്ലേറ്റിന്റെ കേക്കില്ലേ, അതാണ് ചോക്ലേറ്റും പിന്നെ നമ്മുടെ വൈറ്റ് ക്രീം, അങ്ങനെയാണ് വാനില ക്രീം. സംഭവം രസമായിട്ട് കേട്ടോ. ഭയങ്കര ഒരു നല്ല ടേസ്റ്റിയാണ് കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്പോഞ്ചും കാര്യങ്ങളൊക്കെ നല്ലതാണ്. നല്ലൊരു സോഫ്റ്റ് ആണ്. അതെ, കഴിക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോവും. നമുക്ക് ടേസ്റ്റ് ഉണ്ട്, അലിഞ്ഞു പോവും. അപ്പം എന്തായാലും നമ്മുടെ താഴത്തേക്ക് പോവാം. വലിയ സംഭവം എന്ന് പറയുന്ന ഒന്നുമില്ല വീഡിയോയിൽ. പക്ഷെ ഇത് എനിക്കും നമുക്കും വലിയൊരു വീഡിയോ തന്നെയാണല്ലേ. നമ്മുടെ ആ ഒരു കഷ്ടപ്പാടും ജേണിയും എല്ലാം. അപ്പം നമുക്ക് താഴത്തേക്ക് പോയാലോ? മമ്മി കിടക്ക കേക്ക്. ഇടുവാ, കൈ കാണിച്ചു കൊടുത്തേ. ഞങ്ങൾ പറയായിരുന്നു എടുക്കണ്ടെന്ന് പറയുന്നു. എന്നാ ഈ കഷ്ണം കൂടി. ബൈ.